നമസ്തേ. നമ്മൾ പല കോട്ട്സും കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരുപാട് മനസ്സിൽ ഡിബേറ്റ് ചെയ്തിട്ടുള്ളൊരു കോട്ടാണ് ഡോണ്ട് ലവ് യുവർ കമ്പനി, ലവ് യുവർ ജോബ് എന്ന് പറയുന്നത്. ഇതാദ്യം എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള, ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലുള്ള ഒരാൾ കോട്ട് ചെയ്തായിരിക്കും എന്നാണ്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട്, എൻ്റെ വയസ്സ് കൂടുന്നതിനനുസരിച്ച്, എൻ്റെ വർക്ക് എൻവയോൺമെൻറ്റിലുള്ള ഇൻവോൾവ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ വലിയൊരു മീനിങ് ഉണ്ടെന്നുള്ളത്. അതിനകത്ത് ആദ്യത്തെ പറയുന്ന കാര്യം ഡോണ്ട് ലവ് യുവർ കമ്പനി ബട്ട് ലവ് യുവർ ജോബ് എന്നുള്ളതാണ്. ഇതിലെനിക്ക് തോന്നിയ, എൻ്റെ മനസ്സിൽ ഞാൻ അതിന് കണ്ടെത്തിയ ഒരു ആൻസറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ, ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരെടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റാഫിന് ഒരു ആർട്ടിഫിഷ്യൽ കംഫർട്ട് കൊടുക്കാനുള്ള എല്ലാ സെറ്റപ്സും അവിടുത്തെ HR മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും സെറ്റ് ചെയ്യും, വിച്ച് വിൽ നോട്ട് ബി ദ റിയൽ സിറ്റുവേഷൻ. അവിടെ ഒരു കംഫർട്ട് സോൺ അയാൾക്ക് ഫീൽ ചെയ്യും. ഇനീഷ്യലി അയാൾക്ക് ടാർഗറ്റ്സിന്റെ പ്രഷർ വല്ലാതെ കൊടുക്കില്ല, അയാളോട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല, അയാളുടെ ചില കാര്യങ്ങളൊക്കെ സ്ലിപ്പാണെങ്കിലും അതിനുള്ള ടൈം കൊടുക്കും. അങ്ങനെ ഇയാൾ ഒരു കംഫർട്ട് സോണിലേക്ക് സെറ്റായി കഴിഞ്ഞ് ഈ കംഫർട്ട് സോണിൽ സെറ്റാവുന്ന സമയത്ത് ഇയാളെ കമ്പനീനെ കുറിച്ച് ഭയങ്കരമായിട്ട് നല്ലത് പറയാൻ തുടങ്ങും. ഞാൻ ജോയിൻ ചെയ്ത ഏറ്റവും നല്ല കമ്പനിയാണ്, എൻ്റെ ബെസ്റ്റ് സൂപ്പർവൈസറാണ്, നല്ല എൻവയോൺമെന്റ് ആണ്, നല്ല കൾച്ചറാണ്. ഈ ബാർഗെയിനിൽ പലപ്പോഴും നടക്കുന്ന ഒരു കാര്യം എന്താവെന്ന് പറഞ്ഞാൽ, നമ്മളുടെ സ്വയം ഉള്ള സ്കിൽസിനെ, നമ്മളുടെ സ്വയമുള്ള സ്ട്രോങ് പോയിന്റ്സിനെ നമ്മൾ നർച്ചർ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കും. ഈ നർച്ചറിങ്ങിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളുടെ മുന്നിലേക്കുള്ള പ്രയാണത്തിൽ, നമ്മളുടെ പ്രൊഫഷണൽ ജേണിയിൽ നമ്മളെ പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട സ്കിൽ സെറ്റുകൾ ആർജിക്കുന്നതിൽ അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതിൽ നമ്മൾ സ്ലോ ആവും. ഈ സ്ലോ ആവുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ, നമുക്ക് ശേഷം വരുന്നവരെല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഈവൻ വെൻ യു ആർ ഇൻ എ കംഫർട്ട് സോൺ യു ഷുഡ് നെവർ എവർ സ്റ്റോപ്പ് അക്വയറിംഗ് നോളജ് ആൻഡ് സ്കിൽ സെറ്റ്സ്. ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്ന, ഫുഡ് കിട്ടുന്ന ഒരു പോണ്ടിൽ ഒരു സ്വാൻ ഇങ്ങനെ സ്വിം ചെയ്യുകയും ഫിഷ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പക്ഷിക്കറിയാം എപ്പോൾ വേണമെങ്കിലും ഒരു അഡ്വേഴ്സിറ്റി ഇവിടെ ഫോം ചെയ്യാം, വിച്ച് കുഡ് ബി ഇൻ ദ ഫോം ഓഫ് എൻ ഈഗിൾ, വിച്ച് കുഡ് ബി ഇൻ ദ ഫോം ഓഫ് ഒരു പ്രെഡേറ്ററിന്റെ ഫോമിൽ എന്നുള്ളത്. അതുകൊണ്ട് ഇതെപ്പോഴും ഇതിന്റെ പെഡൽസും ഇതിന്റെ വിങ്സും സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും. നോക്കൂ, ഈ ഒരു പക്ഷി എങ്ങനെ സ്മാർട്ടായിട്ടാണ് അതിന്റെ കംഫർട്ട് സോണിൽ നിന്ന് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് നോക്കും. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള പെഡലിങ് ചെയ്യുന്നു വെള്ളത്തിന്റെ അടിയിൽ. അത് നമ്മൾ ആദ്യം കാണുന്നില്ല. അത് കഴിഞ്ഞ് വളരെ സ്ലോലി അത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു. സ്ട്രോങ് ആയിട്ട് വെള്ളത്തിന്റെ മുകളിൽ പെഡൽസ് അടിക്കുന്നു. വിങ്സ് കൊണ്ട് പവർഫുൾ ആയിട്ട് അത് അതിന്റെ എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് ലിഫ്റ്റ് ചെയ്ത് പോകുന്നു. ഈ ഗെയിമിൽ ഈ ടേക്ക് ഓഫിന്റെ സമയത്ത് എപ്പോഴും അത് എൻഷുർ ചെയ്യുന്നത് എന്താണ്? തല താന്നിട്ടല്ല, സ്ട്രെയിറ്റ് ആണ്, വിഷൻ വളരെ ക്ലിയർ ആണ്, മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതും, ഞാൻ ടേക്ക് ഓഫ് ചെയ്യുന്ന ഡയറക്ഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെന്നുള്ളത് ഈ പക്ഷി എൻഷുർ ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം നമ്മളുടെ പ്രൊഫഷണൽ കരിയറിൽ. എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആവാം. ആ ബ്രേക്ക് ആവുന്ന മൊമെന്റിൽ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാനും, പ്രോപ്പറായിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസ്റ്റൻസ് ഉയർന്ന് പറന്ന് പ്രോപ്പറായിട്ടുള്ള സ്ഥലം കണ്ടെത്തി ലാൻഡ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ്സ് ആണ് ആസ് എൻ എംപ്ലോയർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത്. അത് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനെന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. സോ പ്ലീസ് ലേൺ ടു സ്വിം എഗെയിൻസ്റ്റ് ദ ടൈഡ് എന്ന് പറയില്ലേ, നമ്മൾ ഒഴുക്കിന് എതിരെ നീന്താൻ പഠിക്കുന്നവനാണ് ഏറ്റവും നല്ല സ്വിമ്മർ. സോ പ്ലീസ് ബി ഷുവർ ഓഫ് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് at the right place at the right time.